ഉണ്ണിയമ്മേ കുമ്പടി വന്നു. അപ്പോൾ കുമ്പടി ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു റിവ്യൂ സെക്ഷനായിട്ടാണ്. ഒരുപാട് റിക്വസ്റ്റുകൾ വന്നതിന്റെ ഭാഗമായി ഞാൻ കെംജിര എപ്പിസോഡ് 8 റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ച് മുൻനിരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡിസ്ക്ലൈമർ എന്ന രീതിയിൽ നിങ്ങളോട് ഒരു കാര്യം എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഞാനിവിടെ ഒരു തരത്തിലും ഒരു ആർട്ടിസ്റ്റുകളെയും അപമാനിക്കുന്നില്ല. എന്റർടൈൻമെന്റ് പർപ്പസ് എന്ന രീതിയിൽ മാത്രം എന്റെ വീഡിയോയിൽ കാണുക. കെംജിര എന്ന് പറയുന്ന ഒരു സീരീസ് ഒരുപാട് വിശ്വാസങ്ങളും കൂടെ ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളെല്ലാം നിറഞ്ഞു വരണമാണ്. അതായത് ഇത് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വിശ്വാസവും, ഇതിനെപ്പറ്റി ഒന്നും വിശ്വസിക്കാതെ, അതായത് പ്രേതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അന്ധവിശ്വാസവുമാണ്. അതായത് അവരവരുടെ വിശ്വാസങ്ങളെ അവരവർ തന്നെ ബഹുമാനിക്കുക. വിശ്വാസമില്ലാത്ത ഒരാളിലേക്ക് വിശ്വാസം കുത്തിയേൽപ്പിക്കാനോ വിശ്വാസമുള്ള ഒരാളുടെ വിശ്വാസം കളയാനോ ആരും ഇവിടെ ശ്രമിക്കരുത്. കൂടെ തന്നെ ഞാൻ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ തമാശ രീതിയിൽ പറയുന്നതായിരിക്കാം. വിശ്വാസികൾക്കും അല്ലാത്തവർക്കൊന്നും അത് വേറൊരു രീതിയിൽ എടുക്കരുത്. എന്റർടൈൻമെന്റിന് വേണ്ടി ഞാൻ ആഡ് ചെയ്യുന്ന ട്രോളുകളും തമാശകളും മാത്രമായിരിക്കും അത്. അതുകൊണ്ടെല്ലാം ആ രീതിയിൽ തന്നെ എടുക്കുക. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? കഴിഞ്ഞ എപ്പിസോഡിൽ ഉമ്മ കൊടുത്തു കൊടുത്തില്ല എന്ന രീതിയിൽ നിർത്തിയ സാധനം ഈ എപ്പിസോഡിൽ തുടങ്ങിയത് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ട്. ഒരു നിമിഷം ഞാൻ പേടിച്ചുപോയി. ഇനിയിപ്പോ എന്റെ ഉമ്മ കൊടുക്കണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹം കാരണം ഞാനതിനി സ്വപ്നം കണ്ടത് വല്ലതാണോ? പക്ഷെ അങ്ങനെയല്ല. ഡയറക്ടർ ബ്രില്യൻസ് എങ്ങനെ അവിടം വരെ എത്തി എന്ന് അദ്ദേഹം കുറച്ചും കൂടെ മുന്നേ കാണിച്ചതാ. അടിയെന്നാണ്ടല്ലോ. അങ്ങനെ നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷം വന്നു. പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതെനിക്ക് ആദ്യം അറിയാമായിരുന്നു. നോവൽ വായിച്ചുകൊണ്ടൊന്നുമല്ല. ഇവരുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇത്ര പെട്ടെന്നൊന്നും നമ്മളെ അങ്ങനെ അങ്ങ് സന്തോഷിപ്പിക്കൂല. അങ്ങ് അടുത്ത് നമ്മൾ പറയില്ലേ, പഠിക്കൽ കൊണ്ടൊന്ന് കലോടച്ചു എന്ന്, അമ്മാതിരി ഒരു സംഭവം ആവത്തുള്ളതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒരക്ഷരം പോലും തെറ്റിയില്ല. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു സാധനം കൊണ്ടാണത്. അതിൽ ആവശ്യമുള്ള സമയത്ത് തട്ടി പൊട്ടിച്ചാൽ പോലൊരു സൗണ്ട് കേൾക്കൂല. ആവശ്യമില്ലാത്ത ഇമാതിരി സമയങ്ങളിൽ കറക്റ്റ് അതിൽ നിന്ന് വച്ചേക്കും. അല്ല, അത് പിന്നെ അങ്ങനെയാണല്ലോ. എന്നാലും എന്റെ പൊന്നുമോനെ അവിടെ കിടക്കാൻ അത്രയ്ക്ക് സ്ഥലം ഉണ്ടായിട്ട് നീ എങ്ങനെ കറക്റ്റ് അതിന്റെ മണ്ടയിലേക്ക് തന്നെ കൊണ്ടുപോയി കൈയമർത്തി? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കോ? ആന കൊടുത്താൽ ആശ കൊടുക്കരുതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ചെക്കനങ്ങ് ആശയുടെ മുൾമുനയിൽ എത്തിച്ചിട്ട് അവസാനം ഒരു സോറി എന്തുണ്ടാക്കാൻ, അത് കേട്ട് നിന്ന് മോങ്ങാൻ വേറൊരെണ്ണോ. ഈ അടിയായിട്ട് കെമ്മിനെ കാണുമ്പോൾ എനിക്ക് വേറൊരാളെയാണ് ഓർമ്മ വരാറ്. ഇങ്ങനെ പോയാൽ ഇവൻ ചന്ദനമഴയിൽ അമൃതയ്ക്ക് ഒരു വെല്ലുവിളിയാകും. അതായത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ്. അതായത് മാസ്റ്ററിനെയും മാസ്റ്ററിന്റെ ഫ്രണ്ടിനെയും ഒന്നിച്ച് കാണുമ്പോൾ മാസ്റ്റർ കൊടുത്ത ആ സാധനം കെമ്മങ്ങ് ഊരി കൊടുക്കും. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടേ കാമുകനും കാമുകിമാരും നമ്മൾ അടി ഉണ്ടാക്കുമ്പോൾ കാമുകൻ മേടിച്ചു കൊടുത്ത സാധനം എല്ലാം കാമുകി ഊരി കൊടുത്തിട്ട് നിന്റെ ഒരു തേങ്ങ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു പോക്കുണ്ട്. ഇത് ഏകദേശം അതേ സെയിം പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പം 2-3 എപ്പിസോഡായിട്ട് 3-4 വട്ടമായി അത് ഊരി വിടുകയും ചെയ്യുന്നു. മോനെ കെമ്മ, എനിക്ക് പറയാനുള്ളത് നിന്നോടാണ്. നീ ഒരു കാര്യം ആലോചിക്കുക. ആ സാധനം ഊരി കൊടുത്തെന്ന് വെച്ച് ആ മാസ്റ്ററിനൊന്നും പോകാനില്ല. പോകാനുള്ളത് ഫുൾ അനക്കാണ്. എങ്ങോട്ട്? ആ പ്രേതത്തിന്റെ അണ്ണാക്കിലോട്ട്. ആ പെണ്ണുമ്പിള്ളയാണെങ്കിൽ അവിടെ 916 ഹോൾമാർക്കുള്ള പുഴുപ്പെല്ലാം കാണിച്ച് ചിരിച്ചോണ്ട് അടുപ്പുണ്ട്. തക്കം കിട്ടിയാൽ പിടിച്ചോണ്ട് പോകാനായിട്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. എനിക്ക് അത്ര പറയാനുള്ളൂ. എന്ത് ചേച്ചി വയ്യേ? നിങ്ങൾ ഇപ്പൊ പോക്കോ, ഇപ്പൊ വരണ്ട. ഞാൻ അവനെ ചുമ്മാ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞ. ഞാൻ വിളിക്കുമ്പോ വന്നാൽ മതി. ഇനി നമുക്ക് നേരെ നമ്മുടെ സെക്കൻഡ് ലീഡിലേക്ക് പോകാം. ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു, മാസ്റ്റർ ഇവരെ കണ്ടു പഠിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അവന്റെ നോട്ടം നോക്കണേ. ഒന്നും അറിയാത്ത പോലെ അടുത്ത് കിടക്കുന്ന ചെക്കൻ അവൻ കണ്ടിട്ടേ ഇല്ല. നിഷ്കളങ്കത അവന്റെ മുഖത്ത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ 1 മാസമായി പട്ടണയായിരുന്നവന്റെ മുമ്പിൽ ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ച ആക്രാന്തമായിരുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവന്റെ ഒരു നാണം. അവൻ തിന്നുന്നത് നോക്കിക്കൊണ്ടിരുന്നോ? അന്നെ കൊണ്ട് അതിനേ കൊള്ളൂ. അതിനെങ്കിലും കൊള്ളാലോ, ഭാഗ്യം. പോത്തിന്റെ ചെവിയിൽ വേദമൂത്തിയിട്ട് കാര്യമില്ലെന്ന് അറിയാമാഞ്ഞിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തിനോട് പറയാൻ മനസ്സ് കാണിച്ച അമ്മച്ചിയോട് ഞങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഞാൻ നന്ദി പറയുന്നു. ആ നീപ്പം പോക്കൊക്കെ കണ്ടാൽ തോന്നും കുട്ടൂസൻ മായാവിനെ കുപ്പിയിലാക്കുന്ന പോലെ ഇപ്പൊ അങ്ങ് വളച്ചെടുത്തങ്ങ് ഒടിക്കൂന്ന്. അതിന് ആദ്യം വേണ്ട എന്താന്ന് വെച്ചാൽ അവന്റെ കയ്യിൽ മാത്രം കയറി പിടിച്ചാ പോരാ. പിടിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം സ്പീഡിൽ പറയണം. അല്ലാണ്ട് അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് എനിക്കൊന്നും പറയാനില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞൊപ്പിക്കുന്നു നോക്കുമ്പോ ദേ പണി അവിടെ ജീൻസും ടോപ്പ് ഇട്ട് വന്നിരിക്കുന്നു. അത് കേട്ടിട്ട് കരഞ്ഞോണ്ട് കൈ ഇളക്കി പോകാൻ വേറൊരുത്തൻ. ഇതൊരു നടക്കി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നീ ഒരു സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് മാസ്റ്ററിനെ ഒന്ന് ക്വസ്റ്റ്യൻ ബാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടർക്കും പോയിട്ട് എന്തോ സാധനം എന്തോ മരുന്നുണ്ടാക്കാനാണ്. ഞാൻ പോയിട്ട് ഉണ്ടാക്കി തരാം, നമുക്ക് രണ്ടർക്കും പോവാന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തിൽ ആംഗ്ലേനെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരാവശ്യമില്ലാഞ്ഞിട്ട് സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിനെ പോയി പ്രപ്പോസ് ചെയ്യുകയും റിജക്ഷൻ മേടിക്കുകയും അതിന്റെ സങ്കടത്തിലിരിക്കുകയും ചെയ്യുമ്പോൾ അപ്പുറത്തത് അടുക്കളയിൽ താൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് കൂടി അറിയാതെ കെമ്മിന്റെ കൈകൊണ്ട് അരിഞ്ഞമരുന്ന ഒരു കൂട്ടം പച്ചിലകൾ.
അങ്ങനെ ഈ സീരീസിൽ എനിക്ക് ബോധമുള്ള ഒരാളെ കിട്ടി. ഇനി നേരത്തെ ബോധം ഇല്ലാത്തതാണോ അതോ തേനീച്ച കുത്തിയിട്ട് ബോധം വന്നാണോ എന്ന് എനിക്കറിയത്തില്ല. തേനീച്ച കുത്തിയ ബോധം വരുമെങ്കിൽ ആ മാസ്റ്ററിനെയും പിന്നെ എബിയു ഡിസൈറിൽ ഒരു മഹാനുണ്ട് അതിനെയും കൊണ്ടുപോയിട്ട് ഞാൻ ആ തേനീച്ചക്കൂട്ടിലിട്ടേനെ. അങ്ങനെയെങ്കിലും കുറച്ച് ബോധം വെക്കട്ടെ. കറക്റ്റ് കാര്യം മനസ്സിലായി. മാസ്റ്ററിന് കുശുമുണ്ടാക്കാനല്ലേ എന്നെ വിളിച്ചുകൊണ്ട് വന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഈ നാണത്തിനൊരു അവസാനമില്ല. കുറെ നേരമല്ലോ എന്തെല്ലോ ആലോചിച്ചിരുന്ന് ബ്ലഷ് അടിക്കുന്നു. ഇനി ഈ ഒരു സീനാണ് കാണേണ്ടത്. കഴുത്തേരേപാട് ഇപ്പോഴാണോ കാണുന്നത്? ഓരോന്ന് ഒപ്പിച്ച് നോക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്നാൽ പിന്നെ അത് തന്നെ കണ്ടങ്ങ് ഞെട്ടിയാൽ പോരാ. മറ്റവനെയും കൂടെ വിളിച്ചു വരുത്തി വീണ്ടും അവനെ കുൽസിതം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അത്ര ശരിയായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നില്ല മോനെ. പല ടൈപ്പ് പ്രപ്പോസൽസും കൺവിൻസിങ്ങും കണ്ടിട്ടുണ്ട്. ഇതെന്തോന്ന് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് അതും ഇഞ്ചി ചായ. എന്തെങ്കിലും ആവട്ടെ, ഇപ്പോഴെങ്കിലും ഒന്ന് വാ തുറന്നല്ലോ. സന്തോഷമായി മാസ്റ്റർ, സന്തോഷമായി. പിന്നെ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് വേറൊരു സീൻ ഓർമ്മ വന്നത്. CCTV ക്യാമറകളെ നമുക്ക് പിന്നെയും സഹിക്കാം. അവിടെ 2 കുട്ടിപ്പിശാശുക്കളുണ്ട്, ക്ഷമിക്കണം, ഗാർഡിയൻസ്. ഇവന്മാരുടെ കണ്ണ് വെട്ടിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ എങ്ങനെയാണ് ആ തെറ്റും ചാണ് ഈ പരിപാടി ഒപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, പിള്ളേരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാനാണെങ്കിലും വായി നോക്കിയാനേ, അത് വേറെ കാര്യം. എന്നാലും കുട്ടികളുള്ളടുത്ത് ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇനി അങ്ങോട്ട് കെമ്മിന്റെ ഓസ്കാർ ലെവൽ ആക്ടിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. മറ്റവന്മാര് മണ്ടന്മാരായോണ്ട് ബുദ്ധിയുള്ള ആർക്കാനും കാര്യം കത്തിയേനെ. പൊന്നോ, ഒടുക്കത്ത അഭിനയം. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളിയേ ദൈവമേ, കുളി കഴിഞ്ഞ് പോയിക്കാണോ? മുഖത്തൊരു ഇത്തിരി പോലെ ക്രീം തേക്കാൻ ആ ഷർട്ടെല്ലാം ഉരുക്കളഞ്ഞ് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവില്ല. സാരമില്ല, ചുമ്മാ ഇരുന്ന് സീൻ പിടിക്കാമല്ലോ. എനിക്കല്ല, കെമ്മിന്. ഇപ്പൊ എല്ലാം കയ്യിൽ നിന്ന് പോയേനെ. ഒന്നും അറിയാത്ത മനുഷ്യനെ ഇപ്പൊ ഉള്ളതെല്ലാം കൂടെ അറിയിച്ചേനെ. പിന്നെ മാസ്റ്റർ, അത് അറിയാനുള്ള പ്രായം മാസ്റ്റർക്കായില്ല. കാരണം മാസ്റ്ററിനെക്കാളും ഭയങ്കര ഫാസ്റ്റ് ആണ് പിള്ളേരല്ലോ. പാതിരാത്രി ഇതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഒരു വീണ്ടും പാതിരാത്രി ആർക്ക് അച്ചാറിടാനുള്ള അച്ചിങ്ങ പറിക്കാൻ വന്നാണോ എന്തോ? അച്ചിങ്ങയല്ല, നെല്ലിയാണോ? എന്തെങ്കിലും ആവട്ടെ. സംഭവം പറിച്ചൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ സാധനം ഒന്നും കൈ കാണുന്നില്ലല്ലോ. ചുമ്മാ ഓരോ എക്സ്ക്യൂസേ. അത്രയും നാളും എയറും പിടിച്ച് നടന്നവന്മാരെല്ലാം ലവ് ഒന്ന് കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ ആയി കഴിയുമ്പോൾ പൂച്ച കുട്ടികളാവും. എല്ലാ ഡ്രാമയ്ക്കകത്തുള്ളൊരു സ്ഥിരം കലാപരിപാടി എത്തും. ഇനി അടുത്തതായിട്ട് വരുന്ന ഈ സീന്, ഇതിൽ എനിക്ക് മാസ്റ്ററിനോട് പറയാനുള്ളത്, ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവന്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ ഓരോ ഉടായിപ്പോയിട്ട് ഇറങ്ങിയേക്കുക. ആ പ്രേതം ഏതോ പഞ്ചായത്തിലാണ്, അതിന്റെ പേരും പറഞ്ഞോണ്ട് വിളച്ചില്ലേ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഇനിയാണ് നമ്മൾ എല്ലാവരും എപ്പിസോഡുകളായി കാത്തിരുന്ന ആ ഒരു സീൻ വരാൻ പോകുന്നത്. അതായത് കെമ്മ മാസ്റ്ററും ഓൾറെഡി 2 പേർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. പോരാത്തതിന് പുറത്ത് നല്ല മഴ, ഓൾസോ നല്ല തണുപ്പ്, വീട്ടിലാണെങ്കിൽ ആരുമില്ല, നല്ല റൊമാൻറ്റിക് മോഡ്. ഓൾസോ കെമ്മ മാസ്റ്ററിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ചുമ്മാ അവിടെ ഇരിക്കേണ്ട, വന്ന് കിടന്നു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. മാസ്റ്റർ താൻ വായിച്ചിരുന്ന പുസ്തകമെല്ലാം അടച്ചു വെച്ച് പതുക്കെ കെമ്മിന്റെ അടുത്തേക്ക് നടക്കുവാണ്. ആ സമയത്താണ് ആ പണ്ട് ഡയറക്ടർ കട്ട് പറഞ്ഞ് സീൻ മാറ്റുന്നത്. അയ്യോ, ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ. ഇവനെ ഞാൻ എവിടെയോ, എടാ ഇത് നമ്മുടെ തീറാക്കല്ലേ? ഫസ്റ്റ് ആളുടെ സാധനം കാണുന്നത്. റോൾ മോഡലാക്കാൻ പറ്റിയ ആളാട്ട. എന്റെ പൊന്ന് പൊത്തക പുഴു അതിനകത്തൊന്നും എഴുതി വെച്ചിട്ടില്ല. അവനവന് പറ്റാവുന്നത് പോലെ ക്യൂട്ട്നെസ് നാണോ വെതറിക്കൊണ്ട് കാര്യം പറഞ്ഞു, നീ എനിക്ക് മോർ ദാൻ ഫ്രണ്ട് ആണെന്ന്. വല്ലപ്പോഴും ഡ്രാമയൊക്കെ ഒന്ന് കാണണം. മോർ ദാൻ ഫ്രണ്ട് എന്ന് വെച്ചാൽ നിന്നോട് അവന് കാതിൽ പ്യാർ ഇഷ്കിലാവും, ഇഷ്ടമാണെന്നാണ്. എന്റെ പൊന്നി ഇറക്കാൻ കണ്ണാടി വിളിച്ചിട്ട് കട. അതെങ്ങാനും പൊട്ടിപ്പോയ പിന്നെ തപ്പി തടഞ്ഞു പോയിട്ട് വേറെ ആൾക്കാരെ വല്ലതും പിടിച്ച് വെറുതെ സീനാക്കാൻ നിൽക്കണ്ട. റൊമാൻറ്റിക് മൂടാൻ തോന്നുന്നു. കൈയോട് കൈയെല്ലാം ചേർത്ത് വെച്ച് ചമ്മീലേ, നാണം കിട്ടില്ലേ? ഇതാ പറയുന്നത്, കുറച്ചൊക്കെ ആക്രാന്തം അടക്കി വെക്കണം. വീണ്ടും നമ്മുടെ പഴയ സിനിമകളിലേക്ക് എത്തുവാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയം കെമ്മ മാസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട്, ഇത് തെറ്റാണോ? മാസ്റ്റർ പറയുന്നുണ്ട് സ്നേഹത്തിന്റെ കാര്യത്തിലായതുകൊണ്ട് ഇത് തെറ്റല്ലെന്ന്. അങ്ങനെ അവര് കാര്യപരിപാടികളിലേക്ക് കടക്കുവാണ്. എപ്പിസോഡ്സിലെ ഇത്രയും സീൻ്റെ റിവ്യൂ ഞാൻ കൃത്യമായി തന്നതുകൊണ്ട് തന്നെ അടുത്ത സീൻ്റെ റിവ്യൂ ഞാൻ തരുന്നതായിരിക്കും. കാരണം ഡ്രാമയിൽ ഉണ്ടായിരുന്ന ഒരു സീനാണ്, അതുകൊണ്ട് അത് ഞാൻ തരാണ്ടിരിക്കേണ്ടതായ ഒരു കാര്യവുമില്ല എന്ന് ഞാൻ പറയുമെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുമായിരിക്കും. പക്ഷെ ഞാൻ തരൂല, വേണം പോയി സീരീസ് ആണ്. പൊര കത്തുമ്പോൾ വാഴ വെട്ടാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരാളെ കഷ്ടപ്പെട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ക്രീമിന്റെ പ്രൊമോഷൻ. എന്തോന്നടേ ഇത്? പൊന്നു മോനെ, പ്രേതങ്ങളുടെ ഇടയിൽ കിടന്ന് വളർന്നത് എനിക്ക് ഈ കാര്യം അറിഞ്ഞൂടെ? പ്രേതങ്ങൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാം. ഇതാ പണ്ടുള്ള കാരണവന്മാർ പറയുന്ന ആര് വിളിച്ചാലും ഒന്ന് ഇറങ്ങി പോയേക്കരുതെന്ന്. കുറച്ചു മുന്നേ വരെ ചുമച്ച് അത്ര പോലും വയ്യാണ്ടിരുന്ന അമ്മച്ചി ഇപ്പൊ ഇങ്ങനെ പയറുമണി പോലെ എഴുന്നേറ്റ് വന്നിരുന്ന് നിന്നെ വിളിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആരെങ്കിലും വിളിച്ചാൽ കൂടെ പോകരുതെന്ന് മാത്രമല്ല, ആരെങ്കിലും തരുന്ന സാധനം മേടിച്ച് തിന്നാനും പാടില്ല, മനസ്സിലായോ? അല്ല, ഈ മനുഷ്യര് കണ്ണീ ചോര ഇല്ലെന്ന് ആരാ പറഞ്ഞേ? കണ്ണീന്ന് പൈപ്പ് തുറന്നുവിട്ട പോലെയാണല്ലോ ചോര ഒഴുകുന്നത്. ഇവിടെയാണെങ്കിൽ കെമ്മും പ്രേതവും തമ്മിൽ വാശിയേറിയ വള്ളം കളി, അതായത് വള്ളത്തിൽ നിന്ന് വന്ന് താഴെ വിടാണ്ടിരിക്കാനുള്ള കളി. പിന്നെ ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയത്തില്ല, ഈ വെള്ളത്തിൽ വിട്ടെന്താ ഈ പ്രേതത്തിന്റെ കൂടി പൊങ്ങി നിൽക്കാതെ? എന്തെങ്കിലും ആവട്ടെ, അടുത്ത എപ്പിസോഡിൽ ബാക്കി കഥ അറിയാം.